ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഉഷ്ണമേഖലാ സസ്യങ്ങളുടെ മനോഹരമായ ഒരു ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിലൊന്നായ സിംഗപ്പൂർ ചാംഗി എയർപോർട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ലോകത്തിലെ വിമാനത്താവളത്തിനുള്ളിൽ ലെവൽ 2-ലും 3-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിംഗപ്പൂർ ചാംഗി എയർപോർട്ട് ബട്ടർഫ്ലൈ ഗാർഡനാണ്. എൻ്റെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ഇവിടെയാണ്. ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഭാഗം ലക്ഷ്യസ്ഥാനമല്ല, അത് തുടങ്ങുന്ന ആ നിമിഷമാണ്. ഇന്ന് എൻ്റെ യാത്ര തുടങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിലൊന്നായ സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിൽ നിന്നാണ്. എന്നാൽ ചെക്ക് ഇൻ കഴിഞ്ഞ് നേരെ ഗേറ്റിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ആദ്യം എത്തിയത് ഒരു അത്ഭുത ലോകത്തേക്കാണ്, അവിടുത്തെ ബട്ടർഫ്ലൈ ഗാർഡൻ. എയർപോർട്ടിനുള്ളിൽ ഒരു പൂന്തോട്ടം ഉണ്ടാകുക എന്നത് തന്നെ ഒരു അതിശയമാണ്. പക്ഷേ ഒത്തിരി ചിത്രശലഭങ്ങൾ സ്വതന്ത്രമായി പറന്നു നടക്കുന്ന ഒരു തോട്ടമാണെങ്കിലോ അത് വേറൊരു ഫീല് തന്നെയായിരിക്കും. സിംഗപ്പൂർ ചാംഗി എയർപോർട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ലോകത്തിലെ വിമാനത്താവളത്തിനുള്ളിൽ നിർമ്മിച്ച ആദ്യത്തെ ബട്ടർഫ്ലൈ ഗാർഡനാണ്. ഇത് സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിൽ ടെർമിനൽ 3-യുടെ ട്രാൻസിറ്റ് ഏരിയയിൽ ലെവൽ 2-ലും 3-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇടാം. ഈശോ സോറി, താങ്ക് യു. അതെങ്ങനെ കയറിയത്? അവിടെ ഇല്ലടാ, ഇവിടെ പുൽ അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഉള്ളിലെത്തി. അവിടെ ഇവിടെയായിട്ട് ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാനുള്ളത് കൊക്കൂണുകളാണ്. അവിടെ ഒരു റാക്ക് പോലൊരു സാധനത്തിനകത്ത് ഒത്തിരി ചെറിയ ചെറിയ റോഡുകളിനകത്ത് ബട്ടർഫ്ലൈ ഇടുന്ന മുട്ടകൾ, അതായത് കൊക്കൂണുകൾ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ 1-2 ബട്ടർഫ്ലൈനെയും ഞാൻ കണ്ടു. ഇതുകൂടാതെ ഇത് 2 ഫ്ലോറുകളിൽ നിരന്ന് കിടക്കുന്നതായതുകൊണ്ട് മുകളിൽ നിന്നുള്ള ഒരു വാട്ടർഫോൾ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവുമുണ്ട്. ഈ ഭാഗം മൊത്തം വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇത് നല്ല തണുപ്പുള്ളതും മനസ്സിന് കുളിർമ നൽകുന്നതും നല്ല ശാന്തമായൊരു അന്തരീക്ഷം തന്നെയാണ്. വളരെ പ്രകൃതി രമണീയമായ കുട്ടികൾക്ക് ചിത്രശലഭങ്ങളെല്ലാം കാണാനും അതിൻ്റെ മുട്ട, ഇവർ ഈ കൊക്കൂണുകളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കൊക്കൂണ്, ക്രിസാലിസൊക്കെ ഇവർ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നേരിട്ട് കാണാൻ പറ്റിയ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ ഒത്തിരിയധികം 40-നോളം ഇനങ്ങളോളമായിട്ടുള്ള ശലഭങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് മനോഹരമായ ഉഷ്ണമേഖലാ സസ്യങ്ങളും പൂന്തോട്ടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 6 മീറ്റർ ഉയരമുള്ള കൃത്രിമമായ വെള്ളച്ചാട്ടം ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ശലഭങ്ങളുടെ ജീവിതചക്രം, വിരിയുന്ന പ്രക്രിയ എന്നിവയെല്ലാം ഇവിടെ അടുത്തറിയാനായിട്ടുള്ളൊരു പ്രത്യേകം പ്രദർശനവുമുണ്ട്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും ഏറ്റവും മികച്ച സ്പോട്ടിൽ ഒന്നാണ്. അകത്ത് കയറുന്ന നിമിഷം തന്നെ നമ്മൾ നഗരത്തിൻ്റെ തിരക്കും വിമാനങ്ങളുടെ ശബ്ദവും എല്ലാം മറക്കും. പകരം കേൾക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും പക്ഷികളുടെ മൃദുലമായ സംഗീതവുമാണ്. നിറങ്ങളാൽ അലങ്കരിച്ച ഒത്തിരി പൂക്കൾക്കിടയിലൂടെ സ്വതന്ത്രമായ ചിത്രശലഭങ്ങൾ പറക്കുന്നത് നമുക്ക് കാണാനാകും. പക്ഷേ ഞങ്ങൾ ഈ പാർക്കിൽ ചെന്നപ്പോൾ ഇച്ചിരി സമയം ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ചിത്രശലഭങ്ങളും സെറ്റിലായി തുടങ്ങിയിരുന്നു. ഈ ഗാർഡനിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രശലഭത്തിന് ഇനങ്ങളുണ്ട്. ഇവ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നതും ചിറക് വിരിച്ച് സൂര്യപ്രകാശം ആസ്വദിക്കുന്നതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഉഷ്ണമേഖലാ സസ്യങ്ങളുടെ മനോഹരമായ ഒരു പച്ചപ്പും നിറഞ്ഞിരിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മളിത് എയർപോർട്ടിൻ്റെ ഉള്ളിലാണെന്ന് തന്നെ മറന്നുപോകും. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ബട്ടർഫ്ലൈ ഗാർഡൻ യാത്രക്കാർക്കായി സൗജന്യമായി ഒരുക്കിയിരിക്കുന്നതാണ്. വിമാനം കാത്തിരുന്ന സമയം വെറുതെ പാഴാക്കാതെ മനസ്സിനെ ശാന്തമാക്കാൻ ഇതിലും വേറൊരു നല്ല സ്ഥലമില്ല. ഓരോ ചിത്രശലഭത്തിൻ്റെയും ജീവിതം മാറ്റത്തിലൂടെ കടന്നു പോകുന്ന പോലെ തന്നെ ഓരോ യാത്രയും നമുക്ക് കൂടുതൽ അനുഭവങ്ങളും സന്തോഷങ്ങളും പുതിയ കാഴ്ചകളും ഓർമ്മകളും കൊണ്ട് നമ്മളെ സമ്പന്നരാക്കുന്നു. അതിനാൽ നമ്മുടെ ഇത്തവണത്തെ വെക്കേഷൻ ഇവിടെ നിന്ന് ആണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈ ഗാർഡൻ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.